നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മഹാശിവരാത്രിയാണ്. ശിവഭഗവാനെ ആരാധിക്കുന്ന, ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഓരോ ഭക്തർക്കും അത്ഭുതം സംഭവിക്കാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കുന്ന ദിവസം. ജീവിതത്തിലുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റാനായിട്ട്, ജീവിതത്തിലേക്ക് സന്തോഷങ്ങൾ കടന്നു വരാനായിട്ട് ഭഗവാനെ ഇന്ന് വിളിക്കാൻ ആരും മറക്കരുത്. ഓം നമഃശിവായ, ഓം നമഃശിവായ, ഓം നമഃശിവായ. എല്ലാവരും 108 തവണ ഇന്നത്തെ ദിവസം ഓം നമഃശിവായ മന്ത്രം ജപിക്കുക. നിങ്ങളുടെ ജീവിതത്തിലും ഭഗവാൻ അത്ഭുതങ്ങൾ സൃഷ്ടിക്കട്ടെ. ഈ വിശുദ്ധമായിട്ടുള്ള ശിവരാത്രി ദിനത്തിൽ ഈ വീഡിയോ കാണാൻ നിങ്ങൾ എത്തിയിരിക്കുന്നത് ഒരു സാധാരണ കാര്യമല്ല. ഈ ലോകത്തിൽ ഒന്നും യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നില്ല എന്നതാണ് ഭഗവാൻ തന്നെ പറയുന്നത്. എല്ലാം ഭഗവാൻ ശിവന്റെ തീരുമാനപ്രകാരമാണ്. ശിവരാത്രി ശിവന്റെ ഏറ്റവും ശക്തിയുള്ള രാത്രിയാണ്. ഈ രാത്രി ശിവഭഗവാൻ തൻ്റെ ഭക്തരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന രാത്രിയാണ്. ഇന്ന് ഈ ശിവരാത്രിയിൽ ശിവഭഗവാൻ 3 ഭാഗ്യവാതിലുകൾ തുറക്കുകയാണ്. ഈ വാതിലുകൾ സാധാരണ വാതിലുകളല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വാതിലുകളാണ്. നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ വാതിലുകളാണ്. നിങ്ങളുടെ ഭാവിയുടെ വാതിലുകളാണ്. ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിങ്ങൾക്ക് 3 വാതിലുകൾ കാണാം. ഈ 3 വാതിലുകളിൽ നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു വാതിലാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഒരിക്കലും തിടുക്കപ്പെടരുത്. ശാന്തമായിട്ടിരിക്കുക. നിങ്ങളുടെ ഹൃദയം പറയുന്നത് നിങ്ങൾ കേൾക്കുക. ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുക. ഓം നമഃശിവായ എന്ന് 3 പ്രാവശ്യം ജപിക്കുക. കണ്ണുകൾ അടച്ചുകൊണ്ട് ഭഗവാനോട് ഈ ഒരു ശിവരാത്രിയോടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കണമേ, നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന എല്ലാ ദുഃഖദുരിതങ്ങളും ഇല്ലാതായി ജീവിതത്തിലേക്ക് ആഗ്രഹിക്കുന്നത് പോലുള്ള അത്ഭുതങ്ങൾ കടന്നു വരയണമേ, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ കടന്നു വരയണമേ എന്ന് പ്രാർത്ഥിക്കുക. ശേഷം കണ്ണുകൾ തുറക്കുന്ന സമയത്ത് ഇതിൽ ഏത് വാതിൽ തുറക്കാനാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നത്, ആ വാതിൽ നിങ്ങൾ തുറക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ദിവ്യ സന്ദേശം കേൾക്കാനായിട്ട് സാധിക്കും. ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ഈ സന്ദേശത്തെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കും. അപ്പോൾ ഭഗവാൻ നൽകുന്ന ആ സന്ദേശം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ടാണോ തോന്നുന്നത്, അല്ലെങ്കിൽ അത് തെറ്റായിട്ടാണോ തോന്നുന്നത്, രണ്ടായാലും കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക. ഒപ്പം ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും നേടുന്നതിനായിട്ട് ഓം നമഃശിവായ എന്ന് കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത്. ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഇതിൽ നിന്നും ഒരു വാതിൽ തിരഞ്ഞെടുത്ത് കാണും എന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും ആദ്യം തന്നെ 1ാമത്തെ വാതിൽ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭഗവാൻ നൽകുന്ന സന്ദേശത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ വളരെ ഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഭാഗ്യവതിയായിട്ടുള്ള ആളുകളാണ്. കാരണം ശിവഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്നും മനസ്സിലാകുന്നത്. നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിരുന്ന കഷ്ടപ്പാടുകൾ, നിങ്ങളുടെ സങ്കടങ്ങൾ, പ്രശ്നങ്ങൾ, അതൊക്കെയും തന്നെ ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ഭാഗ്യം ഇവിടെ തുറക്കാൻ പോവുകയാണ്. ഒരു പുതിയ അവസരം നിങ്ങളെ തേടി വരുന്നതായിരിക്കും. സാമ്പത്തികമായിട്ട് നിങ്ങളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെയും ഒരു പരിഹാരം കാണാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച കൈവരിക്കാൻ കഴിയുന്ന ഒരു കാലത്തിലേക്കാണ് നിങ്ങൾ കടക്കാനായിട്ട് പോകുന്നത്. 100% ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെയും പല തടസ്സങ്ങളാൽ നിന്നിരിക്കുകയാണ്. ആ തടസ്സങ്ങളൊക്കെയും മാറി നിങ്ങൾക്ക് ലഭിക്കേണ്ടത് എന്താണോ അത് നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതം ഉറപ്പായിട്ടും മാറും. ശിവഭഗവാൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ സമയം എടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരാനുള്ള സമയമാണ് ഇനി കടന്നു വരുന്നത്. ആ ഒരു സമയത്തോടുകൂടി നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള എല്ലാ ദുരിതങ്ങളും ഇല്ലാതാവുകയും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലുള്ള ഒരു ജീവിതം മുന്നോട്ട് ജീവിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എല്ലാ തടസ്സങ്ങളും നീങ്ങാൻ പോവുകയാണ്. ഭഗവാനെ നിങ്ങൾ മുറുകെ പിടിക്കുക. ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഈ ശിവരാത്രിക്ക് ശേഷവും നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുക. സാധിക്കുന്ന തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്.
ശത്രുദോഷം കാണുന്നുണ്ട്. ശത്രുക്കളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ വളരെയധികം സ്നേഹിച്ച വിശ്വസിച്ച വ്യക്തികൾ തന്നെയാണ് നിങ്ങളുടെ ശത്രുക്കൾ എന്ന് തിരിച്ചറിഞ്ഞിരുന്ന സമയം മുതൽ നിങ്ങളുടെ മനസ്സ് നീറുകയാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വാസ്തവം, നിങ്ങൾക്ക് വേണ്ടി വന്നവരല്ല അവർ. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് യാതൊന്നും സംഭവിക്കില്ല. ഭഗവാൻ നിങ്ങളോടൊപ്പമുണ്ട്. ഭഗവാനെയാണ് നിങ്ങൾ ചേർത്ത് പിടിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ വാതിൽ തുറന്നവർക്ക് ഭഗവാൻ നൽകുന്ന സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ വാതിൽ തുറന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ സന്ദേശങ്ങളാണ് പറയുന്നത്. നിങ്ങൾ രണ്ടാമത്തെ വാതിലാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ഇത് ഒരു സാധാരണ തിരഞ്ഞെടുപ്പല്ല. ഇത് ശിവഭഗവാന്റെ പ്രത്യേക അനുഗ്രഹത്തിന്റെ അടയാളമാണ്. നിങ്ങൾ ശിവഭഗവാന്റെ പ്രത്യേക കാവലിലുള്ള വ്യക്തിയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ ശിവഭഗവാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ കണ്ണുനീര് ഭഗവാൻ കണ്ടിട്ടുണ്ട്. ഒന്നും വ്യഥമായിട്ട് പോയിട്ടില്ല. നിങ്ങൾ ഒരുപാട് സഹിച്ചിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ശിവഭഗവാൻ എല്ലാം കണ്ടു, എല്ലാം അറിഞ്ഞു, എല്ലാം മനസ്സിലാക്കി. നിങ്ങൾ ഒറ്റപ്പെട്ടതായിട്ട് തോന്നിയ നിമിഷങ്ങൾ, നിങ്ങൾ തളർന്നു പോയ നിമിഷങ്ങൾ, നിങ്ങൾ വഴി കാണാതെ നിന്ന നിമിഷങ്ങൾ, ആ സമയങ്ങളിൽ പോലും ഭഗവാൻ നിങ്ങളുടെ കൂടെയുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളുടെ കാലഘട്ടം അവസാനിക്കാനിരിക്കുകയാണ്. ഇരുട്ടുമാറി പ്രകാശം വരാനിരിക്കുകയാണ്. വേദന മാറി സന്തോഷം വരാനിരിക്കുകയാണ്. പരാജയം മാറി വിജയത്തിലേക്കാണ് നിങ്ങളിപ്പോൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരാൻ പോകുന്നു. നിങ്ങളെ കാത്തിരുന്ന ആ നല്ല വാർത്ത വളരെ അടുത്താണ്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത ലഭിക്കും എന്നുള്ളതാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം. നിങ്ങളുടെ മനസ്സ് സന്തോഷത്തോടെ നിറയും. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ തുറക്കപ്പെടും. നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കും. ബന്ധങ്ങളിൽ സ്നേഹം വർദ്ധിക്കും. മനസ്സിൽ ശാന്തി നിറയും. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെയും മാറും. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല ഒരു ഉയർച്ചയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അത് നിങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഫലം തന്നെയാണ്. അത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ നഷ്ടപ്പെടുത്തിയതിലേറെ നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കും എന്നുള്ളതാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരത വരും, സുരക്ഷ വരും, ആത്മവിശ്വാസം വർദ്ധിക്കും. നിങ്ങളുടെ ഹൃദയത്തിലിരുന്ന വേദന ഇപ്പോൾ ശമിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരം കുറയും. നിങ്ങളുടെ ആത്മാവ് ശാന്തി കണ്ടെത്തും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരാനിരിക്കുകയാണ്. ഒരു പുതിയ അധ്യായം തുടങ്ങാനിരിക്കുകയാണ്. ഭഗവാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ വഴി തുറക്കുകയാണ് എന്നതാണ്. നിങ്ങൾ പോകേണ്ട വഴി അതാണ്. അത് ഭഗവാൻ തന്നെ കാണിച്ചു തരും. നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ ഓരോ ചുവടിലും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകും. നിങ്ങളുടെ ഓരോ തീരുമാനവും ശരിയായ വഴിയിലേക്ക് നിങ്ങളെ നയിക്കും എന്നതാണ്. നിങ്ങളുടെ സമയം ആരംഭിക്കാൻ പോകുന്നു എന്നതാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ഭാഗ്യം ഇപ്പോൾ തുറക്കുകയാണ്. നിങ്ങൾ അർഹിക്കുന്ന ജീവിതം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. നിങ്ങൾ വളരെ പ്രത്യേകതയുള്ള ഒരു വ്യക്തിയാണ്. ശിവഭഗവാൻ തിരഞ്ഞെടുത്ത വ്യക്തിയാണ്. ഒരിക്കലും വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. ശിവഭഗവാനെ വിശ്വസിക്കുക. പ്രാർത്ഥന തുടരുക. നിങ്ങളുടെ ജീവിതം മാറിമറിയും. നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാകും. നിങ്ങളുടെ കഷ്ടപ്പാട് ഫലിക്കും. ഭഗവാൻ നിങ്ങളോടൊപ്പമുണ്ട്. ഭഗവാൻ നിങ്ങളെ നയിക്കുന്നു എന്നുള്ളതാണ്. ഭഗവാൻ നിങ്ങളെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ അനുഭവിക്കും. നിങ്ങൾ ചിരിക്കും. നിങ്ങൾ സമാധാനം അനുഭവിക്കും. നിങ്ങൾ നന്ദിയോടെ ജീവിക്കും. നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം വരും. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നിറയും. ഈ സന്ദേശം നിങ്ങൾക്കായിട്ടുള്ളതാണ്. ഭഗവാൻ നിങ്ങൾക്ക് നൽകിയതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ വാതിൽ തുറന്നവർക്കായിട്ടുള്ള ഭഗവാന്റെ സന്ദേശമായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ വാതിൽ തുറന്നിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഭഗവാന്റെ സന്ദേശമാണ് പറയുന്നത്. നിങ്ങൾ മൂന്നാമത്തെ വാതിലാണ് തിരഞ്ഞെടുത്തതെങ്കിൽ വളരെ ദൈവികമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണിത്. നിങ്ങൾ വളരെ പ്രത്യേകതയുള്ള ഒരു വ്യക്തി തന്നെയാണ്. ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ്. ദൈവ സംരക്ഷണത്തിലുള്ള ആത്മാവാണ് നിങ്ങളുടേത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ അനുഭവിച്ച പല സംഭവങ്ങളും സാധാരണ സംഭവങ്ങളല്ല. പല അപകടങ്ങളിൽ നിന്ന്, പല പ്രശ്നങ്ങളിൽ നിന്ന്, പല വലിയ ദുരന്തങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് ശുദ്ധമായിട്ടുള്ള ദൈവ സംരക്ഷണമാണ്. നിങ്ങൾ അറിയാതെ തന്നെ ദൈവം നിങ്ങളെ സംരക്ഷിച്ചു. നിങ്ങൾ കാണാതെ തന്നെ ദൈവം നിങ്ങളുടെ വഴിയിലുള്ള തടസ്സങ്ങളെ നീക്കി.
നിങ്ങൾ ഒരുപാട് സമയങ്ങളിൽ എങ്ങനെ ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം. അത് ദൈവത്തിൻ്റെ കരമാണ്. നിങ്ങൾക്കെതിരെ ഉണ്ടായിരുന്ന ദോഷശക്തികൾ, ദോഷചിന്തകൾ, ദോഷനോക്കുകൾ ഇവയെല്ലാം നിങ്ങളെ ബാധിക്കാതിരിക്കാൻ ദൈവം നിങ്ങളെ കാത്തു എന്നതാണ് സത്യം. നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരുന്ന വലിയ പ്രശ്നങ്ങൾ ദൈവം അതില്ലാതാക്കി. നിങ്ങളുടെ ജീവിതപാത ദൈവം ശരിയാക്കി. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ദൈവം എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, വേദനകൾ, തടസ്സങ്ങൾ എല്ലാം ഒരു വലിയ അനുഗ്രഹത്തിന് മുൻപുള്ള തയ്യാറെടുപ്പായിരുന്നു. ദൈവം നിങ്ങളെ ശക്തനാക്കുകയായിരുന്നു, നിങ്ങളെ തയ്യാറാക്കുകയായിരുന്നു, നിങ്ങളെ ഉയർത്താൻ തയ്യാറാക്കുകയായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ ഭാഗ്യം വരാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിൻ്റെ സമയം ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ വിധി മാറാൻ പോകുന്നു. നിങ്ങളുടെ സമയമെത്തി എന്നുള്ളതാണ്. നിങ്ങൾ കാത്തിരുന്ന ആ വലിയ അവസരം അത് നിങ്ങളെ തേടി വരും. നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള നല്ല കാര്യങ്ങൾ നടക്കും. നിങ്ങളുടെ ജീവിതപാത ഇപ്പോൾ പുതിയ ദിശയിലേക്ക് തിരിയുന്നു. അത് നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് മുന്നിൽ ഇതുവരെ അടഞ്ഞിരുന്ന വാതിലുകൾ ഇപ്പോൾ തുറക്കപ്പെടും. ഇതുവരെ നിർത്തിയിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകും. നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നു എന്നതാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത്. നല്ലതിനായിട്ട് മാറാൻ പോകുന്നു. നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനത്തിലും ദൈവം നിങ്ങളെ നയിക്കും. നിങ്ങൾ പോകേണ്ട വഴി ദൈവം കാണിക്കും. നിങ്ങളുടെ ഹൃദയം പറയുന്നത് നിങ്ങൾ കേൾക്കുക. അത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. ഭയപ്പെടേണ്ട, സംശയിക്കേണ്ട. നിങ്ങൾ സുരക്ഷിതരാണ്. നിങ്ങൾ ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി ഈ ലോകത്ത് വന്നവരാണ്. നിങ്ങളുടെ ജീവിതത്തിന് വലിയ അർത്ഥമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ നേട്ടം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാഗ്യം ഇപ്പോൾ സജീവമാകുകയാണ്. നിങ്ങളുടെ സമയം വളരെ അടുത്തെത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശ തന്നെ മാറാൻ പോവുകയാണ്. നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഭയം, അശാന്തി, ആശങ്ക ഇവയെല്ലാം ഇപ്പോൾ ശമിക്കാനായിട്ട് തുടങ്ങും. നിങ്ങളുടെ മനസ്സ് ശാന്തി കണ്ടെത്തും. നിങ്ങളുടെ ആത്മാവ് സന്തോഷം അനുഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം വരും. ജീവിതത്തിൽ ഐശ്വര്യം വരും. സാമ്പത്തികമായിട്ടുള്ള പുരോഗതി കൈവരിക്കാൻ സാധിക്കും. നിങ്ങളുടെ പരിശ്രമം ഫലിക്കും എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. നിങ്ങളുടെ ജീവിതം സ്ഥിരത നേടും. നിങ്ങളുടെ വീട്ടിൽ, കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കും. വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. ദൈവത്തെ വിശ്വസിക്കുക. നിങ്ങളുടെ സമയം വരാൻ പോവുകയാണ്. നിങ്ങളുടെ ഭാഗ്യം തുറക്കാൻ പോവുകയാണ്. ദൈവം നിങ്ങളെ സംരക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ നയിക്കുന്നു. ദൈവം നിങ്ങളെ ഉയർത്തുന്നു. വളരെ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കും. നിങ്ങൾ സമാധാനത്തോടെ ജീവിക്കും. നിങ്ങളുടെ ജീവിതം പ്രകാശത്തോടെ നിറയും. ഈ സന്ദേശം നിങ്ങൾക്ക് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ വാതിൽ തുറന്നവർക്ക് ഭഗവാൻ നൽകുന്ന സന്ദേശം. ഈ വീഡിയോ നിങ്ങൾ കണ്ടത്, അതും ഇന്ന് ഈ ശിവരാത്രി ദിവസം നിങ്ങൾ കണ്ടത് ഒരു സാധാരണ കാര്യമല്ല. ഇത് ശിവഭഗവാന്റെ വിളിയാണ്. ഈ നിമിഷം തന്നെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഓം നമഃശിവായ എന്ന് എഴുതി ചേർക്കുക. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.